من أصحاب القبور മോനെ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒരു വിദേശിയെ പോലെ ജീവിക്കണം. എന്നുമെന്നും ഇവിടെ തന്നെ കഴിഞ്ഞുകൂടാമെന്ന ആലോചനയിൽ ആ ഒരു തരത്തിലായി പോകരുത് നിന്റെ ചിന്തയും ജീവിതവും. നമുക്കറിയാം, നമ്മുടെ എത്രയോ പാവപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ മക്കളോ അതല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരോ ആരെങ്കിലുമൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും. ഈ കൂട്ടത്തിലും വിദേശത്ത് പോയവരുണ്ടാകും. പക്ഷെ അവരാരും അവിടെ കഴിഞ്ഞുകൂടണമെന്ന നിലക്കല്ല അവിടെ ജീവിക്കുന്നത്. ഏത് സമയത്തും തനിക്കാവശ്യമായ സാമ്പത്തികമായ ഭദ്രത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താൻ ലക്ഷ്യം വെച്ച് പോയ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിക്കണമെന്ന ചിന്തയാണ് ഏതൊരു പ്രവാസിയുടെയും മനസ്സിലെങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ മനസ്സറിയുന്ന ഓരോ മനുഷ്യനും അവന് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്ക് കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. മോനെ, ഈ രാജ്യത്ത് നീ ജീവിക്കുമ്പോൾ, ദുന്യാവിൽ നീ ജീവിക്കുന്ന സമയത്ത് എന്നും ഇവിടെ തന്നെ കൂടാമെന്ന ആലോചനയോടുകൂടെയുള്ള ജീവിതം വേണ്ട. കാരണം ഒരാളും ഇവിടെ ഒരു കാലത്തും ശാശ്വതരായി നിന്നിട്ടില്ല. നമുക്ക് മുമ്പെത്രയോ ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചവരുണ്ട്. അവരൊക്കെ ഇന്ന് നമ്മുടെ പള്ളിയുടെ ചുറ്റും മറവട്ട് കിടക്കുകയാണ്. ഇനി ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും വന്ന് കിടക്കേണ്ടത് ഈ പള്ളിക്കാട്ടിലാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ഏതെങ്കിലുമൊക്കെ പള്ളിക്ക് ചുറ്റുമാണ് നമ്മളൊക്കെ കിടക്കേണ്ടതെന്ന ആ ഒരു ബോധത്തോടുകൂടെ എന്റെ മുൻഗാമികൾ ആരും ഇന്നിവിടെ ജീവിച്ചിരിപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇവിടുന്ന് പോകേണ്ടവനാണെന്ന ഒരു ആലോചനയോടുകൂടെ ആ ഒരു ചിന്തയിൽ ജീവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. തുടർന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അബ്ർ സബീൽ, അല്ലെങ്കിൽ മോനെ, ദുനിയാവിൽ നിന്റെ ജീവിതവും നിന്റെ ചിട്ടകളും നിന്റെ പ്രവർത്തനങ്ങളും ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന മനുഷ്യൻ അവനവന്റെ യാത്രക്കിടയിൽ താൽക്കാലികമായി യാത്രയുടെ ക്ഷീണമകറ്റാൻ, താൽക്കാലികമായി അവന്റെ പ്രയാസങ്ങൾക്ക് ഒരു സമാധാനത്തിന് വേണ്ടി താൽക്കാലികമായി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുന്നത് പോലെ ഈ നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ ഒരു താൽക്കാലികമായ ഒരു ശാശ്വതമല്ലാത്ത താൽക്കാലികമായ ഒരു വിശ്രമത്തിനുള്ള കേന്ദ്രമായി നമ്മൾ ഈ ഭൂമിയെ സ്വീകരിച്ചതുപോലെ ഉടനെ തന്നെ ഇവിടുന്ന് നാം പുറപ്പെട്ടു പോകേണ്ടവരാണ്. എന്റെ വാഹനം എത്തിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്റെ സമയമായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വിട്ടു പോകേണ്ടവനാണെന്ന ചിന്തയിൽ ജീവിച്ചു കൊള്ളണം. എന്നിട്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ എപ്പോഴും ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ ഖബറാളികളുടെ കൂട്ടത്തിൽ നിന്റെ ശരീരത്തെ നീ കണക്കാക്കണം. ഏത് സമയത്തും നീ ഖബറിലാണ് കിടക്കുന്നത് എന്ന ഒരു ബോധത്തോടുകൂടെ ഇന്നല്ലെങ്കിൽ നാളെ ആ ഖബറിലേക്ക് പോകേണ്ടവനാണ്. ഇന്ന് എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ മക്കളുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഞാൻ ചെന്ന് കിടക്കേണ്ട ഖബറിൽ എന്റെ കൂടെ ആരുമില്ല. അത് ഇരുളിന്റെ വീടാണ്, ഏകാന്തതയുടെ വീടാണ് എന്ന ഒരു ബോധത്തോടുകൂടെ ഖബറിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം ദുന്യവിയായ ലോകത്ത് ജീവിക്കേണ്ടത് എന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയത് നമുക്കൊക്കെ പാഠമാണ്. എപ്പോഴും മനുഷ്യൻ നന്നാകാനുള്ള മരുന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് വല്ലാതെ വിഷമം പറഞ്ഞു. സ്വഹാബത്ത് അങ്ങനെയാണ്, എന്ത് പ്രയാസം വന്നാലും അവർ അത് ദുന്യവിയായ പ്രശ്നങ്ങളാകട്ടെ, ആത്മീയമായ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ ദുന്യാവിന്റെ പ്രശ്നമാകട്ടെ, ആഖിറത്തിന്റെ പ്രശ്നമാകട്ടെ, അവരുടെ രോഗമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, എന്തുമാകട്ടെ,
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് പോയി അവര് സങ്കടം പറയും, അവര് വിഷമം പറയും. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ഹൃദയം വല്ലാതെ കടുത്തു പോയിട്ടുണ്ട്, വേണ്ടതുപോലെ ഉപദേശങ്ങൾ എന്റെ മനസ്സിലേക്ക് തറക്കുന്നില്ല, ആത്മീയമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന സ്വഹാബി മഹാനായ തങ്ങളോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത നിർദ്ദേശം ദിക്റുൽ മൗത്ത്, നീ മരണത്തെ കുറിച്ച് ഓർക്കുക. മരിക്കുമെന്ന ഒരു ഓർമ്മ ഒരു മനുഷ്യനുണ്ടാകുമ്പോ തീർച്ചയായും എല്ലാ വേണ്ടാത്ത വിഷയങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കും. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നത്തിലും തലയിടാൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ, തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആ മനുഷ്യന് സമയം കാണുകയില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന ഓർമ്മയോടുകൂടെ ജീവിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, ഉമറേ, നീ മരിക്കുമെന്ന് പറയാൻ മഹാനായ ഖലീഫത്തു സാനി റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത സഹാബിയായ ഉമർ തങ്ങൾ സ്വർഗം ഉറപ്പ് കൊടുത്തവരാണ് അവരൊക്കെ. നമ്മൾ സാധാരണ ബുർദയുടെ അവസാന വരികളിലൊക്കെ ചൊല്ലും, തുമർറിളാ അന്നബി ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാൻ ദിൽ കറമി എന്ന് തുടങ്ങി മഹാന്മാരായ അൽ അശറത്തുൽ മുബശ്ശറ ഒരു സമയത്ത് പ്രത്യേകമായ 10 സഹാബികളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അബൂബക്കറും ഫിൽ ജന്ന വഉമറും ഫിൽ ജന്ന വഉസ്മാനും ഫിൽ ജന്ന, ഇങ്ങനെ 10 സഹാബിമാരെ പേരെടുത്തിട്ട് അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ വാക്ക് കൊടുത്ത മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നീ മരിക്കുമെന്ന് പറയാൻ, അതിങ്ങനെ ഇടക്കിടക്ക് വന്ന് തങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കാൻ ഒരാളെ ശമ്പളം കൊടുത്ത് നിശ്ചയിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അവര് മരണത്തെ ഓർമ്മയില്ലാത്തവരായതുകൊണ്ടല്ല, എന്നാലും അതിങ്ങനെ ഏതേത് സമയവും ഓരോ നിമിഷങ്ങളിലും അവരെ ഹൃദയങ്ങളിൽ അതിങ്ങനെ കറങ്ങി കളിക്കണമെന്നത് കൊണ്ട് തന്നെ അവരതിനു വേണ്ടി ആ വിഷയത്തെ ഗൗരവത്തോടുകൂടെ സമീപിച്ചതിന്റെ പേരിൽ മരിക്കുമെന്ന് പറയാൻ, ഇടക്കിടക്ക് തന്റെ മുമ്പിൽ വന്നുകൊണ്ട് മരിക്കും മരിക്കും എന്ന് പറയാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ ഏർപ്പാടാക്കി. പിന്നീട് ചരിത്രത്തിൽ കാണാം, മരണത്തെ ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടങ്ങളിൽ കണ്ണുനീര് ചാലിട്ട് ഒഴുകിയതിന്റെ പേരിൽ അവിടെ പ്രത്യേകമായ അടയാളം രൂപപ്പെട്ടിരുന്നു. തന്റെ താടി രോമങ്ങളുടെ നിറം മാറി കറുത്ത രോമങ്ങൾ വെളുത്തുപോയപ്പോ തന്റെ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇനി ഉമറിനെ മരണം ഓർമ്മപ്പെടുത്താൻ നിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ പറയുന്നത് പോലെ നിറം മാറിയാൽ പഴം പറിക്കാറായി എന്ന് പറഞ്ഞതുപോലെ എന്റെ ശരീരത്തിന്റെ രോമങ്ങൾക്കൊക്കെ നിറം മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ താടി രോമത്തിന്റെ നിറം മാറിപ്പോയത് അത് തന്നെ ധാരാളം എനിക്ക് മരണത്തെ കുറിച്ച് ഓർക്കാൻ. അതുകൊണ്ട് ഇന്ന് മുതൽ നീ ജോലി ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞു ജോലിക്കാരനെ പിരിച്ചുവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വയസ്സ് പ്രായം എത്രയായി? നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇനിയും